ഗൈസ് അങ്ങനെ നമ്മൾ ന്യൂ ഇയർ ഒക്കെ സെലിബ്രേറ്റ് ചെയ്ത് ഉച്ച വരെ കിടന്നുറങ്ങിയിട്ട് റെഡി ആയിട്ട് ഞങ്ങൾ കോട്ടയം പോവാണ് കേട്ടോ. ഇപ്പം ക്രിസ്മസിന്റെ ടൈമിലൊക്കെ ഞങ്ങൾക്ക് പനിയൊക്കെ ആയിരുന്നു കൊണ്ടിട്ട് ഞങ്ങൾക്ക് കോട്ടയം പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങളെല്ലാം റെഡിയായി. അമലുൻ്റെയിൽ ഇരിക്കുന്ന പില്ലോയാണ് കേട്ടോ. വണ്ടിയെ കയറി കയറി കഴിഞ്ഞാൽ അവർക്ക് ഉറങ്ങാൻ വേണ്ടി പില്ലോ വരെ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. പില്ലോയുണ്ട്, പുതപ്പും എല്ലാ സാധനവും ഉണ്ട്. രാജേട്ടൻ്റെ ഒരു നാരങ്ങാ വെള്ളമൊക്കെ കുടിക്കാൻ പോയിട്ട് വന്നിരിക്കുന്നു. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ കാണിച്ചു തരാം. പോകുന്ന വഴി 4 മണിക്കാറ്റിൽ അവിടെ ഇറങ്ങി കേട്ടോ. ഒരു ചായ കുടിക്കാനാണ് ഇറങ്ങിയത്. നല്ലൊരു സൂര്യാസ്തമയമൊക്കെ കണ്ട് നോക്കിയപ്പോഴാണ് അവിടെ നല്ല കണ്ണിമാങ്ങ നിൽക്കുന്നത്. പറിക്കാൻ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഓരോ ബന്ധുക്കളുടെ അടുക്കെ പോകുമ്പോൾ അവർക്കുള്ള സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ചു. അതൊക്കെ സ്ഥിരമായിട്ടുള്ള ആ ചേട്ടൻ്റെ കടയിൽ നിന്നാണ് കേട്ടോ. ഇതെൻ്റെ ചിറ്റപ്പൻ്റെ വീടാണ്. ആകെ കല്ലിടാൻ നേരത്ത് കണ്ടതാണ്, പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. അവിടെ നല്ലൊരു പ്ലാവ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് ടൈം വന്നപ്പോൾ അതിൽ കുറേ ചക്ക ഉണ്ടായിരുന്നു. ഇത് മഹിമയ്ക്കുള്ള ചക്ക ആയതുകൊണ്ട് ഗർഭിണിയുടെ ശാപം വാങ്ങിക്കാൻ വയ്യാത്തത് കൊണ്ടും ഞാൻ വിട്ട് കളഞ്ഞതാണ്. അവിടുന്ന് ചിറ്റയുടെയൊക്കെ എടുക്കൽ ചെന്ന് കഴിഞ്ഞപ്പോഴും മനസ്സിലായി അമ്പലത്തിൽ എന്തോ ഉത്സവമാണ്, ഘോഷയാത്രയുണ്ടെന്ന്. എന്നെ കണ്ടപ്പോഴേ അവരുടെ പ്ലാൻ, ഓ നീ ഇവിടെ ഉണ്ടല്ലോ, വിളക്ക് എത്തിക്കാൻ ആളായല്ലോ എന്ന്. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, എല്ലാവരുടെ ആടിപ്പാടി ഏതോ ഒരു വണ്ടി അതുവഴി പാട്ടുമായിട്ട് പോയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഘോഷയാത്ര ഇങ്ങോട്ട് വന്നെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ വിളക്കൊക്കെ കത്തിച്ചു. പിന്നെ ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെ രണ്ടാമത് എണ്ണ ഒഴിച്ച് രണ്ടാമത് കത്തിക്കേണ്ടി വന്നു. ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ഇവർക്ക് ഇത്രയും പരിപാടി ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെയൊക്കെ പേര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാൻ വയ്യായിരുന്നു. അറിയാവുന്നവർ തീർച്ചയായും കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ എവിടെ പോയാലും ഫോട്ടോ എടുക്കുന്നത് നമ്മുടെ വീക്ക്നെസ് ആയിരുന്നുകൊണ്ട് ഇന്നത്തെ ഫോട്ടോഗ്രാഫർ പാറുമായിരുന്നു കേട്ടോ. അവളുടെ കഴിവ് തെളിയിക്കലായിരുന്നു കേട്ടോ. എന്നെ ഇരുത്തിയും കിടത്തിയും നിർത്തിയൊക്കെ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത്. പക്ഷേ എല്ലാം ഒന്നൊന്നിനും മെച്ചമായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്തുനിന്ന് കോട്ടയം വരെ ചെന്നിട്ട് ഈ ഒരു അറിയാത്ത ഒരു അമ്പലത്തിൻ്റെ ഒരു ഘോഷയാത്രയിൽ വരെ പങ്കെടുക്കാനൊരു ഭാഗ്യം എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ നല്ലതല്ലേ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ അറിയാവുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടു. എല്ലാവരോടും വർത്താനമൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഇളയ അപ്പച്ചി ചായയും കാപ്പിയൊക്കെ ആയിട്ട് വന്നു. വീഡിയോയ്ക്ക് വന്ന് നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പറ്റത്തില്ലെന്ന്. വേണ്ട, ഞാൻ അറിയാതെ വീഡിയോ എടുത്തു. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതുണ്ടല്ലോ ഈ ഘോഷയാത്രയുടെ അവസാനം നമ്മൾ നോർമലി ആൾക്കാർ താലപ്പൊലിയൊക്കെ എടുത്തിട്ട് അമ്പലത്തിലെ പരിപാടിക്ക് പോകുമെങ്കിലും ഏറ്റവും ലാസ്റ്റ് ഗാനമേള ഉണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയിരുന്നു. കൊച്ചു പിള്ളേരും മുതൽ വലിയ ആൾക്കാർ വരെ വഴിയിൽ നിന്ന് ഡാൻസ് കളിച്ചുകൊണ്ടാണ് അമ്പലത്തിലോട്ട് പോകുന്നത്. പക്ഷേ എന്നാൽ അടിപൊളി പരിപാടിയാണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ കയറിയപ്പോൾ നല്ല കപ്പയും മുളക് ചമ്മന്തിയും ഞാനും പിള്ളേരും രാജേഷനും ഒക്കെ ഇരുന്ന് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബായ്.